പിന്നെ ഹാൾക്ക് മണ്ടി ഡേനികൾക്ക് പേടിച്ചിട്ട് മണ്ടി. അപ്പോൾ ഇപ്പം അവിടെ വന്നിക്കാണ്ട് ഇപ്പാനെ മേത്തുകൾ അമർത്തിട്ട് കടത്തിക്കാണ്ട് കവിടുത്ത് ഇങ്ങനെ നെക്കി പിടിച്ച് കാണ്ട് ചുണ്ടുമ്പോൾ നെക്കി പിടിച്ചത്. ഇപ്പാനത്തേക്ക് ഞാൻ പോകണ ശരിപ്പ അങ്ങോട്ടേ പോകണോ പേടിയാണ്. ഹലോ ചങ്ങായിമാരെ, വിസൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ കഴിഞ്ഞ ദിവസം അവർ പോസ്റ്റ് ചെയ്ത ഒരു വീഡിയോയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മലപ്പുറം മഞ്ചേരിയിലുള്ള 25 വയസ്സുള്ള തഹ്ദീല എന്ന് പറയുന്ന ഒരു യുവതിയുടെ മരണത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഭർത്തൃഗൃഹത്തിൽ നിന്നുള്ള പീഡനം മൂലം ആത്മഹത്യ ചെയ്തവരെയും ഡിവോഴ്സ് ആയതുമായ കുറേ ലേഡീസിനെ കുറിച്ച്, യുവതികളെ കുറിച്ച് നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്നതാണ്, കേൾക്കുന്നതാണ്. പല കാരണത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. സ്ത്രീധനത്തിൻ്റെ പേരിലായിരിക്കാം, അമ്മായിമ്മ പോരായിരിക്കാം, നാത്തൂൻ പോരായിരിക്കാം, ഇങ്ങനെ പല വിഷയത്തിലാണ് പലരും ആത്മഹത്യ ചെയ്തിരിക്കുന്നതും പലരും ഈ പറയുന്ന ഡിവോഴ്സായിട്ട് സ്വന്തം കുടുംബത്തിൽ വന്ന് നിൽക്കുന്നതുമായ കഥകളും വാർത്തകളും നമ്മൾ കേൾക്കുന്നത്. എന്നാൽ ഈ പറയുന്ന എല്ലാ അവസ്ഥകളും ഒരു സ്ത്രീ അനുഭവിക്കേണ്ടി വന്നാൽ അവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഭർത്താവിൻ്റെ പിതാവിൽ നിന്നുണ്ടായ വളരെ മോശമായ പ്രവൃത്തി, പുറത്തു പോലും പറയാൻ കഴിയാത്ത അത്രയും വളരെ മോശമായ രീതിയിലുള്ള ലൈംഗികപരമായിട്ടുള്ള മോശം പ്രവൃത്തികൾ കൊണ്ടും, അമ്മായിമ്മ അഥവാ ഈ പറയുന്ന ഭർത്താവിൻ്റെ മാതാവിൽ നിന്നുണ്ടായ വളരെ മോശമായ പ്രവൃത്തി കൊണ്ടും, ഇതെല്ലാം അറിഞ്ഞിട്ട് പ്രതികരിക്കേണ്ട ഭർത്താവിൻ്റെ മൗനം കൊണ്ടുമെല്ലാം ഒട്ടും സഹിക്കാൻ കഴിയാതെയാണ് ഈ പറയുന്ന തഹ്ദീല എന്ന് പറയുന്ന 25 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ മരണം ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്നിരുന്നാൽ പോലും ആ പെൺകുട്ടി പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ആ പെൺകുട്ടിയുടെ വോയിസ് നമുക്കൊന്ന് കേട്ട് നോക്കാം. ഈ പറയുന്ന വിസൽ മീഡിയയിൽ തന്നെയാണ് ഞാനിത് കേട്ടത്. അവർ നല്ല വ്യക്തമായിട്ട് തന്നെയാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചെങ്കിൽ പോലും അവർ വിട്ടുപോയ കുറച്ച് കാര്യം കൂടി ആഡ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഇവരുടെ ഈ വോയിസിൽ നിന്നും നമുക്ക് തുടർന്ന് അവരുടെ കുടുംബക്കാർ പോലും ഇത് കേട്ടിട്ടുണ്ട്. ഈ തഹ്ദീലയുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ സഹോദരന് ഒക്കെ ഈ വിഷയങ്ങൾ അറിയാം. അവർ പറയുന്ന കാര്യം കൂടി നമുക്ക് കേൾക്കാം. ആദ്യം തന്നെ തഹ്ദീലയുടെ വോയിസിൽ നിന്ന് തന്നെ കേട്ടു തുടങ്ങാം. കേട്ടു. മറച്ചു വെക്ക ഞാൻ എത്രത്തോളം മറച്ചു വെക്കണം? നിങ്ങളോട് മറച്ചു വെച്ച് വേറെ കാര്യമുണ്ട്. ഞാൻ നിങ്ങളോടല്ല പിന്നെ ആരോടാ അറിയാം. അതൊക്കെ നിങ്ങൾ അറിഞ്ഞുകൊണ്ടൊക്കെ എഴുതിയത്. അപ്പോൾ മിച്ചാലെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടാണ് കരുതിയത് പോലെ. അപ്പം ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അറിഞ്ഞുകൊണ്ടെന്ന് ഞങ്ങൾ എഴുതിയത്. ഇപ്പം എൻ്റെ അടുത്തേക്ക് വന്നിക്കണേ. എൻ്റെ അടുത്തേക്ക് വന്നു വെച്ചാൽ അമ്മായിമാൻ്റെ അമ്മ വജാതെ കിടക്കുകയായിരുന്നു. അന്നേ ഇമ്മ പോകുമ്പോൾ ഇപ്പം ഇങ്ങനെ വേണ്ടാതെ ഇന്നത്തെ തൊടാൻ വരിക, എന്നെങ്ങനെ ചെയ്യുക, ഓരോന്ന് തൊടാനൊക്കെ വരുമ്പോൾ ഇങ്ങനെ ഡൗട്ട്. അപ്പം ഞാൻ കുഞ്ഞുട്ടിനൊക്കെ അറിയിക്കാറുണ്ട്. കുഞ്ഞുട്ടി ഇങ്ങനെ ചോദിക്കട്ടെ കരുതുമ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നൊത്തും ഒത്തും കാട്ടാൻ വന്നിട്ടില്ലല്ലോ, അപ്പം ചോദിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നിർത്തിയിട്ടോ. ഉമ്മ മരിച്ചു. ഉമ്മാൻ്റെ അമ്മ മരിച്ചു. അങ്ങോട്ട് പോയപ്പോൾ ഞാൻ രാവിലെ ഫാൻ തുറക്കുന്നതിനിടയിൽ ഇപ്പം എൻ്റെ മേത്ത് നിന്നാണ് ഇങ്ങനെ തൊടുക, ഒക്കെ ഇങ്ങനെ തൊട്ടുകൾ ഇങ്ങനെ അവയത്തുമ്പോൾ എൻ്റെ മേത്തൊക്കെ അവയത്തുമ്പോൾ ഇങ്ങനെ തൊടാനായിട്ട് നിൽക്കുക. മാക്സിമിൻ്റെ മേത്തൂടെ കരുതി ഇങ്ങനെ തൊടാനായിട്ട് നിൽക്കുക. അതിൻ്റെ കുട്ടികളോട് കുറേ മൂത്തച്ഛൻ്റെ പെരീക്ക് പോകും, മൂത്തച്ഛൻ്റെ പെരീക്ക് പോകണം. മൂത്തച്ഛ കുട്ടികളെ 2 കുട്ടികളെ തട്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളവിടെ ഞാൻ പിടിച്ചമർത്തി നിർത്തി. പിന്നെ ഹാൾക്ക് മണ്ടി ഡേനികൾക്ക് പേടിച്ചിട്ട് മണ്ടി. അപ്പോൾ ഇപ്പം അവിടെ വന്നിക്കാണ്ട് ഇപ്പാനെ മേത്തുകൾ അമർത്തിട്ട് കടത്തിക്കാണ്ട് കവിടുത്ത് ഇങ്ങനെ നെക്കി പിടിച്ച് കാണ്ട് ചുണ്ടുമ്പോൾ നെക്കി പിടിച്ചത്. ഇപ്പാനത്തേക്ക് ഞാൻ പോകണ ശരിപ്പ അങ്ങോട്ടേ പോകണോ പേടിയാണ്. ഞാനവിടെ നിൽക്കാൻ പാടില്ല പാടില്ല. കാരണം എത്രയോ ആൾക്കാർ മൂത്തച്ഛനോട് ചോദിച്ചു എന്നറിയോ. എന്നിട്ട് ഞാനവിടെ ഇമ്മാനെ അറിയിച്ചാതെ പോകുമ്പോൾ ആ ഇമ്മ എങ്ങനെ എന്നെ നോക്കേണ്ടതാണ്? ഓര് പറയുന്ന മാതിരിയൊക്കെ ഞാൻ പോകണില്ല. ഓരമ്മാനെ ഇടങ്ങാറാക്കാണ്ട് വിചാരിച്ചിട്ടല്ല ഞാൻ മറിച്ചത്. ഉണ്ടായ സംഭവമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. കുഞ്ഞിട്ട് കെട്ടിയ മാപ്പിളോടെ പറയണതേ. അങ്ങനെ പൂരി കമ്പുണ്ടെങ്കിൽ ഞാൻ അറിയിച്ചാന്നൂടെ? ഞാൻ കെട്ടിയ മാപ്പിളോട് എല്ലാ കാര്യം പറഞ്ഞിട്ട് എന്തിനാ ഇന്നിങ്ങനെ ഇന്നത് ഇടങ്ങാറാക്കിയിട്ടാണ് മനസ്സിലാത്തത്. ഇന്നെ പറഞ്ഞ വർത്താനങ്ങൾക്ക് കേൾക്കണ്ടെന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇപ്പം നിങ്ങൾക്ക് വിട്ടുന്നൊരു കാര്യമില്ലല്ലോ. മൊബൈൽ ഞാൻ ഡിലീറ്റ് ചെയ്ത് പോയി. നേരത്തെ ഫോണത്തൊക്കെ ഡിലീറ്റ് ആക്കി ഫോർവേഡ് ആക്കി പോയി. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുന്ന വോയിസ്, ഞാൻ പറഞ്ഞ വോയിസ് തല്ലണ്ടെന്ന് പറഞ്ഞാൽ തല്ലണ്ട, തച്ചുകാട് ചത്താലും വേണ്ടില്ല, ഇത് തല്ലണ്ട കേൾക്കുണ്ടോ? ഈ സാറ് ഒന്നുകൂടി പറയുന്നുണ്ട് തല്ലണ്ട എന്നോട് പറഞ്ഞ വർത്താനാണ് അത്. തച്ചുകാട് ചത്താലും വേണ്ടില്ല. അങ്ങനെ തമ്മി തച്ചുകാട് ചാവാനാണ് എൻ്റെ കുട്ടികളെ. കേട്ടില്ലേ? ഒരു മലപ്പുറം ശൈലി സംസാരമാണ്, കുറച്ച് പെട്ടെന്ന് ക്ലിക്കാവില്ല. എന്നിരുന്നാൽ പോലും ഇത് പറയുന്നത് ഭർത്താവിൻ്റെ പിതാവിൽ നിന്നുണ്ടാകുന്ന മോശം പ്രവൃത്തികളെ കുറിച്ചാണ്. ഇയാൾ വന്ന് ശരീരത്തിൽ തൊടുകയും അനാവശ്യമായിട്ട് ശരീരഭാഗങ്ങളിൽ തൊടുകയും ഇത് ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവ് പോലും അത് മനസ്സിലാക്കുന്നില്ല.
അതാണ് ഇവർക്ക് ഏറ്റവും വലിയ വിഷമം. എന്നാൽ എല്ലാത്തിനും താങ്ങും തണലുമാവേണ്ട ഭർത്താവ് പോലും വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല, നീ സഹിക്കുക എന്ന ലെവലിലാണ് ഇവരോട് പെരുമാറുന്നത്. അപ്പോൾ ഭർത്താവിനെ ആദ്യം ശിക്ഷിക്കണം, എന്നിട്ട് വേണം ഈ ഭർത്താവിൻ്റെ പിതാവിനുള്ള ശിക്ഷ. മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഭർത്താവിൻ്റെ മാതാവിനോട് പറഞ്ഞിട്ടും അവരും ഇതേപോലെ തന്നെ ഒരു മെൻറ്റാലിറ്റിയാണ് കാണിക്കുന്നത്. ഈ പറയുന്ന ഈ തഹ്ദീല എന്ന് പറയുന്ന പെൺകുട്ടിയോടുള്ള വൈരാഗ്യമാണ് ഈ മാതാവ് അടക്കം കാണിക്കുന്നത്. മാതാവിൻ്റെ നിന്നുണ്ടായ ഉപദ്രവത്തെക്കുറിച്ച് പോലും ഇവരുടെ ഈ തഹ്ദീലയുടെ ഉമ്മയും അല്ലെങ്കിൽ ഈ ഫാമിലി പറയുന്നുണ്ട് ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുള്ള പീഡനങ്ങൾ എന്താണെന്ന്. ഇവരെ വീട്ടിലേക്ക് പോകും. ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആകുമ്പോൾ മാതാവിനോടും പിതാവിനോടും പറഞ്ഞിട്ടും ആരുടെ നിന്നും ഒരു നല്ലൊരു നടപടി ഇല്ലാണ്ടാവുമ്പോൾ ഈ ഭർത്താവിനോട് പറഞ്ഞിട്ട് ഭർത്താവ് നല്ല നടപടി എടുക്കാണ്ടാവുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഒടുക്കം ഈ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോകും. അപ്പോൾ ഈ പിന്നീട് ഈ ഭർത്താവ് വന്ന് പാവണം, അതാണ് ഇതാണ് മറ്റാണ്, നമുക്കെല്ലാം ലെവലാക്കാൻ ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പഞ്ചാര വർത്താനം പറഞ്ഞു കഴിയുമ്പോൾ ഒരു സാധാരണ ഒരു പാവ സ്ത്രീയാണ്. അവരെന്ത് പിന്നെ ഭർത്താവിൻ്റെ ഈ പഞ്ചാര കലർന്ന വർത്താനം കേൾക്കുമ്പോൾ വീണ്ടും ഭർത്താവിൻ്റെ കൂടെ ഇറങ്ങിപ്പോകും. പിന്നെ ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കും. സ്വന്തം വാപ്പായെ പോലെ കാണുന്ന ഒരു വ്യക്തി, ഭർത്താവിൻ്റെ വാപ്പ എന്ന് പറയുമ്പോൾ സ്വന്തം വാപ്പാനെ പോലെ ആയിരിക്കും കാണുന്നത്. ആ വ്യക്തിയുടെ നിന്നുമാണ് ഇതുപോലെയുള്ള മോശം പ്രവൃത്തികൾ കാണുന്നത്. ഇവരെ ഫാമിലിക്ക് അറിയാം, ഈ പറയുന്ന ഭർത്താവിൻ്റെ മാതാവിനറിയാം ഈ ഭർത്താവിൻ്റെ പിതാവ് ഇതുപോലെ പല സ്ത്രീകളുമായിട്ട് മോശമായ രീതിയിലുള്ള പ്രവൃത്തികൾ ഉണ്ടാക്കിയിരുന്ന വ്യക്തിയാണെന്ന്. അങ്ങനെയുള്ള വ്യക്തിയുടെ നിന്നും ഇത്രയും മോശമായ ഒരു പ്രവൃത്തി ഈ സ്ത്രീക്ക് മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയ്ക്കും ഇതേപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നടക്കം ഇവർ പറയുന്നുണ്ട്. ഇനി ഈ പറയുന്ന വ്യക്തിയുടെ ഫാമിലി അഥവാ തഹ്ദീലയുടെ ഫാമിലി പറയുന്ന കാര്യം കൂടി നമുക്കൊന്ന് കേട്ട് നോക്കാം. അവർക്കറിഞ്ഞിട്ട് പോലും ഇവർ ഈ മകളെ സേഫ് ആക്കിയില്ല എന്നതാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. സമൂഹം എന്ത് പറയുന്നു, സമൂഹത്തിലുള്ളവർ എന്ത് പറയുന്നു, വീട്ടിൽ വന്നിരുന്ന നാണക്കേടാണ്, അതാണ് ഇതാണെന്നുള്ള ചിന്തകളുള്ളതുകൊണ്ട് സമൂഹത്തിൻ്റെ മായ അടപ്പിക്കാൻ നോക്കിയപ്പോൾ സ്വന്തം മകളെ നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ഫാമിലി കൂടിയാണ് അവർ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പരമാവധി നമ്മൾ കേൾക്കുന്നതാണ് ഇതുപോലെ ഉപദ്രവങ്ങൾ ഉണ്ടാകുമ്പോൾ, ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം കുടുംബം അറിഞ്ഞിട്ട് പോലും 80% ഫാമിലികളിലും ഇതുപോലെ പ്രശ്നങ്ങളുണ്ടായി സ്വന്തം കുടുംബത്തിൽ അറിയിക്കുന്നുണ്ട് ഈ പറയുന്ന സ്ത്രീകൾ. പക്ഷേ ഈ കുടുംബത്തിലെ ആൾക്കാരെന്ത് ചെയ്യും, മകളുടെ ജീവിതം കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ സമൂഹത്തിലുള്ളവരെന്ത് പറയുന്നതെന്ന് ചിന്തിച്ചിട്ടായിരിക്കാം ഈ മകളെ വീണ്ടും അതേപോലെ അത്തരം ഉപദ്രവങ്ങളും അത്തരം ക്രൂരതകളും ഉണ്ടായിട്ടും ആ വീട്ടുകളിലേക്ക് പറഞ്ഞു വിടും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഒടുക്കം ഒന്നും സഹിക്കാൻ കഴിയാതെ സ്വന്തം വീട്ടിൽ പോയിട്ട് പോലും അതിന് കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വം കിട്ടാണ്ടാവുമ്പോൾ ഇവർ ആത്മഹത്യ ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണോ ഇന്നും പല കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കുന്നില്ല. സ്വന്തം കുടുംബത്തിന് പോലും അംഗീകരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, സ്വന്തം കുടുംബത്തിൽ പോലും തനിക്ക് തൻ്റെ ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് ആരോടും പറയാനില്ലാണ്ടാവുമ്പോൾ അവസാനം ഇവരെ ഈ ഇതുപോലുള്ള കടും കൈകൾ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒന്ന് ഓർത്ത് നോക്കിയാൽ തനിക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, തനിക്കുണ്ടായ ഈ മോശ പ്രവർത്തികൾ ഒട്ടും സഹിക്കാൻ കഴിയാതെ കുടുംബത്തിൽ പോയാൽ പോലും കുടുംബക്കാർ അതിന് കൃത്യമായിട്ടുള്ള നടപടി എടുക്കുന്നില്ല. ആ ബന്ധം വേണ്ടെന്ന് വിചാരിക്കണം. അല്ലെങ്കിൽ ഈ ഭർത്താവ് മറ്റൊരു വാടക വീടോ മറ്റൊരു സ്ഥലത്ത് ഈ വൈഫിനെ കൊണ്ട് മാറുകയാണെങ്കിൽ ഓക്കെ, ഇവർക്ക് കൂടെ ജീവിക്കാം. അല്ലാതെ വീണ്ടും ഇത്രയും അനുഭവിച്ച് ആ വീട്ടിൽ തന്നെ കയറി ചെന്നാൽ അതിൽ കൂടുതലായിരിക്കും ചിലപ്പോൾ ഈ സ്ത്രീ വീണ്ടും അനുഭവിക്കേണ്ടി വന്നത്. ഇതൊന്നും ഈ കുടുംബക്കാർ മനസ്സിലാക്കുന്നില്ല. പിന്നെ കുടുംബക്കാർ ഈ പറയുന്ന തഹ്ദീല പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കിയ കുറച്ച് കാര്യം കൂടി വീഡിയോയിൽ പറയുന്നുണ്ട്. കുറച്ച് കൂടുതലുണ്ടാവും. നിങ്ങൾ കേൾക്കുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കണ്ടു നോക്കുക. അമ്മായിമ്മ പല വിധത്തിൽ സംശയപ്പെട്ടിട്ടുണ്ട്. അമ്മായിമ്മ കുറേ മുമ്പ് പിന്നെ എവിടേക്ക് അമ്മായിമാരുടെ വീട്ടിൽ പോയി വരുന്ന സമയത്ത് ഇപ്പാനോട് ചോദിക്കുക, പിന്നെ നിങ്ങളെന്താ എടുത്തിരുന്നത്, നിങ്ങളെന്താ തലേന്ന് മുടിയിൽ നിന്ന് വെള്ളം ഉറ്റു പോകണം, എന്താ കുളിച്ചിരിക്കുകയാണോ, എനിക്ക് സംശയപ്പെട്ടില്ല. ഇപ്പാനെയും ഓടിയിട്ട് സംശയപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചത്. അതൊക്കെ ഞങ്ങളോട് വന്ന് പറയലുണ്ട്. ഞങ്ങൾ സ്വാഭാവികമായിട്ട് സങ്കടം പിന്നെ സാരല്ല സോൾവ് ആക്കിക്കളാം, നമുക്ക് തീരുമാനമാക്കാതെ പറഞ്ഞാൽ ശരിയാക്കും. അങ്ങനെ പല പ്രശ്നങ്ങളും കൂടി പറഞ്ഞു. പിന്നെയാണ് ഇതൊക്കെ കേട്ടാണ് പിന്നെ അമ്മസാക്ക ഇതിക്ക് വയങ്ങൽ തുടങ്ങി. അതായത് അമ്മസാക്ക വീണ്ടും പ്രശ്നങ്ങൾ അനാവശ്യ പ്രശ്നങ്ങൾ തുടങ്ങി. തോണ്ടലും എല്ലാ പ്രശ്നങ്ങളും തുടങ്ങി അമ്മസാക്ക. ഓരോ റൂമിൽ അടിച്ചേരി തുടക്കുക, അതിനൊന്നും ഒരു സമ്മതിക്കൂല. ആ റൂമിലേക്ക് പോകാൻ പാടില്ല. അടുക്കള ഭാഗത്തേക്ക് പോകുകയാണെങ്കിൽ ആ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ചൂലെടുക്കാൻ പോകുമ്പോൾ ഇത്ര അമ്മോസാക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനേക്കൂല. അങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിലൊക്കെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വരും, സങ്കടം പറഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ പറയും സാരമില്ലാതെ നമുക്ക് പറഞ്ഞ് ശരിയാക്കാൻ തീരുമാനമൊക്കെയാണ്ട്. അങ്ങനെ പിന്നെ കുട്ടികൾ വിചാരിച്ചുകൊണ്ട് പോകും. ഈ കുഞ്ഞു കുട്ടികളിൽ 4 കുട്ടികളിൽ വിചാരിച്ചുകൊണ്ട് പോകും. അങ്ങനെ പോയി വന്നിട്ട് പിന്നെയും അത് കേട്ട് പിന്നെ ഇപ്പം സ്വഭാവം മാറൽ തുടങ്ങി. ഇപ്പാനെ സ്വഭാവം മാറ്റിയത് ഇമ്മയാണ്. മോശപ്പെട്ട രീതികൾ നല്ലതുപോലെ ഉണ്ടായിക്കണോ. മുപ്പത്തിനുണ്ട് അമ്മായിയമ്മയുണ്ട്. അമ്മായിമ്മേൻ്റെ പല കാര്യങ്ങളും ഓരോ ഇതിൽ പറഞ്ഞു തരലുണ്ട്. അടുക്കളയിൽ എല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും എടുക്കുകയാണെങ്കിൽ കത്തി ചുട്ടിക്കാണ്ട് ഉള്ളി എന്തെങ്കിലും അറിയാണെങ്കിൽ അത് തട്ടിപ്പോകുന്നു. ആദ്യമൊന്നും അതിനനുസരിച്ച് മനസ്സിലായിരുന്നില്ലായിരുന്നു. അതറിയാതെ അങ്ങനെ പോവുകയാണ്. അതൊക്കെ എന്നോട് പറഞ്ഞതാണ്. ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലടി. പിന്നെ എനിക്കിങ്ങനെ തോന്നി ഇതൊക്കെ അമ്മായിമ്മ ഓരോന്നത് കാട്ടുകയാണ്. അപ്പോൾ അടുത്ത് പപ്പടം കാച്ചപ്പോൾ പപ്പടം ഒന്നായിട്ട് അതിക്കൊരു ഇട്ടു പറഞ്ഞു. അതാന്ന് പറഞ്ഞു. അവൾ കയ്യിനാകെ അപ്പോൾ പൊള്ളിന്ന്.
ഭർത്താവിൻ്റെ മരുവനോട് അന്വേഷിച്ച് എന്താ അങ്ങനെ ആകും കാരണം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് ചിഞ്ചുവിൻ്റെ പോരായ്മ ഉണ്ടോ, അവളെ പല പ്രായമുണ്ട് അല്ല ഉപ്പാക്ക്. ഈ കാര്യം അന്വേഷിച്ചപ്പോൾ സലിപ്പ അത് എനിക്ക് മാപ്പ് തരണം, എൻ്റെ ഉപ്പാൻ്റെ ഇത് തെറ്റിപ്പറ്റിപ്പോയി, ഇനി ഉണ്ടാവില്ല. ഇപ്പോൾ പഴയ കാലങ്ങളിൽ വയനാടൊക്കെ പോയി കല്യാണം കഴിച്ചിരുന്നു, ഉമ്മ ഉള്ള ടൈമിൽ തന്നെ മറ്റുള്ള സ്ത്രീകളെ കൂടെ പോയിരുന്നു ഉപ്പ. അപ്പോൾ അങ്ങനെ സംശയമാണ്. ആ സംശയം ചെറിയ കുട്ടികളെ പേരിലാണ് അങ്ങനെ സംശയിക്കൽ. ഉമ്മാക്ക് ആരെ പെൺകുട്ടികളെ വീട്ടിൽ വന്നാലും ഇങ്ങനെ സംശയമാണ്, ഉപ്പാൻ്റെ നേരെ ഇങ്ങനെ സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ജ്യേഷ്ഠൻ്റെ ഭാര്യനെ ഇനി സംശയം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇരിക്കുന്ന ടൈമിലാണ് ഞങ്ങൾ കൊടുന്നു, ഞാൻ വീഴാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ ഇവർ തെറ്റിപ്പോരും, ഇവൻ ഫോണിലൂടെ സംസാരിക്കും, 1 മണിക്കൂർ സംസാരിക്കും, ഇവർ തമ്മിൽ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറക്കും, എല്ലാം മറന്നു. പിന്നെ അവർ പോയാൽ പറ്റും, പിന്നെ നമ്മളെ വാക്കുപോലും അംഗീകരിക്കില്ല. പിന്നെ പോയി അവർ നല്ല ഒന്നായി. അത് ഇവൻ്റെ ഒരു നാടകമാണ്. ഇപ്പം ഫോണിലൂടെ രഹസ്യമായിട്ട് ഇവിടെ നല്ല വേദിപ്പിക്കുകയും ചെയ്യുക, പുറത്തെ ആളുകൾ കാണാൻ വേണ്ടിയിട്ട് വന്ന് വരിക, കൊല്ലം വരിക, ടൂറ് പോവുക, നല്ല എൻജോയ് ചെയ്യുക. അങ്ങനെ ഇവൻ വന്ന് ടൂറ് പോവുക. പിന്നെ അമ്മായിമ്മ ചെയ്യുന്നതെന്ന് വെച്ചാൽ വീട്ടിൻ്റെ അകത്ത് വെറും സംശയം. ഇയാൾ എൻ്റെ മോൾക്ക് മുറ്റടിച്ചു തരാൻ കഴിയില്ല, ഇയാൾ ഒളിഞ്ഞു നോക്കിയിട്ട് മാറി കാണുക. മാക്സി ഇട്ട് നോക്കുമ്പോൾ ടൈൽസ് നമുക്ക് നോക്കുകയാണ് പോലും. മാക്സി വീട്ടിൽ ഉപയോഗിക്കലില്ല എന്ന് പറഞ്ഞു, ചുരിദാർ ഇടലെന്ന് പറഞ്ഞു. ഇതുപോലെ നേരം രോഗി. ഇത് കൂടുതൽ ഇങ്ങോട്ട് ഇയാളെ ആകർഷിപ്പിച്ച് ഈ അമ്മായിമ്മ ചെയ്തിട്ട്, അമ്മായിമ്മക്ക് മുമ്പേ സംശയം ഇയാളെ. ഇത് പറഞ്ഞ് ഇയാൾക്ക് അത് അങ്ങനെ തോന്നിയിരിക്കും, ഏതായാലും ഞാൻ നാണം കെട്ടി അല്ലെങ്കിൽ ചെയ്യണം തോന്നിയിരിക്കും. അങ്ങനെ ഈ സംഭവം നടന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് പറഞ്ഞ് കർഷകൻ നിർത്തി. ഇവിടെ വിളിച്ചിട്ട് എന്താ സംസാരിച്ചോ അറിയില്ല, ഇവൾക്ക് പോയാൽ മതിയാവുള്ളൂ, കുട്ടികളവിടെ സ്കൂളിൽ പഠിക്കേണ്ട, സ്കൂളിൽ പഠിത്തം മുടങ്ങുമെന്ന് പറഞ്ഞ് ഇവർ പോയി. പിന്നെ നാട്ടു മധ്യസ്ഥത്തിലാണ് ഇത് വീട്ടിൽ പറഞ്ഞിട്ട്. അങ്ങനെ അവിടുന്ന് അവരെ ജ്യേഷ്ഠനും അവരെ ഈ ചെയ്ത ആൾ വ്യക്തിയും അതിൻ്റെ ബാക്കിയുള്ളവരെല്ലാവരും മാപ്പ് പറിച്ചിട്ട് ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ അതൊരു 10 ദിവസം വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു. അവൾക്ക് 7 മാസം പള്ളിയിൽ ഉണ്ടാകുന്ന ടൈമിൽ ഉമ്മ മരിച്ചതിന് ഉമ്മാൻ്റെ വീട്ടിൽ പോയപ്പോൾ ഈ ഉപ്പിയും ഓളാണ് ഈ വീട്ടിൽ ഒറ്റക്ക്. ഇവള് ഡൈനിങ് ഹാൾ തുടക്കുന്ന സമയത്ത് അവളെ നേരെ ഓഫീസ് റൂമിൽ തള്ളിയിട്ടിട്ട് അവളെ മേത്തേക്ക് കയറി കിടക്കാനുള്ള ഒരു പരിപാടി നോക്കിയിരുന്നു. അവൾ ചവിട്ടി മാറ്റി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവൾ റൂമിൽ മോനിക്ക് ആപ്പിള് കത്തി കൊണ്ട് അരിഞ്ഞു കൊടുക്കുകയാണ്. തന്തൻ്റെ റൂമിൽ കയറി ചെന്നു. അവൾ പേടിച്ചിട്ട് വരണ്ട പറഞ്ഞിട്ട് നിന്നപ്പോൾ തന്തൻ തട്ടി കൈ ഇങ്ങനെ പിടിച്ചിട്ട് അവളെ പള്ളമ്മ കത്തി തട്ടി. ആ മുറി കൊണ്ടങ്ങോട്ട് വന്നിരുന്നു എൻ്റെ വീട്ടിലേക്ക്. ഞങ്ങൾ പോലീസിനോട് പറഞ്ഞു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഒന്ന് നോക്കിക്കൊണ്ട്. ഭൂമിയിൽ ഒരു നരകം മൊത്തമായിട്ട് അനുഭവിച്ചിട്ട് സ്വർഗം തേടി പറയുന്ന തസ്തില എന്ന് പറഞ്ഞ ലേഡി അല്ലെങ്കിൽ യുവതി വിട്ടുപോയി, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. കാരണം അത്രത്തോളം അനുഭവിച്ചതിനെ കുറിച്ച് ഈ കുടുംബം പറയുന്നുണ്ട്. ഇത്രയും അനുഭവിച്ച് ഈ കുടുംബം അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ കുടുംബത്തിന് ആ പെൺകുട്ടിയെ തടയാനോ, ഈ പറയുന്ന ഭർത്താവ് ഇത്ര സ്നേഹമാണെങ്കിൽ അവർ വേറെ താമസിപ്പിക്കാനോ കഴിയുന്നില്ല എന്നത് വളരെ മോശമായ ഒരു അവസ്ഥയാണ്. അല്ലെങ്കിൽ ഇവരെ കുടുംബത്തിനെയും കുറ്റപ്പെടുത്തണം. കാരണം തൻ്റെ മകള് അല്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലെ സഹോദരി ഇത്രത്തോളം ആ വീട്ടിൽ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ഇവർക്ക് മനസ്സിലായി. മാതാവിൽ ഈ പറയുന്ന ഭർത്താവിൻ്റെ മാതാവിൽ നിന്നുള്ള സംശയം കൊണ്ടുള്ള പ്രശ്നങ്ങളും, ഈ ഭർത്താവിൻ്റെ പിതാവ് പഴയൊരു പ്ലേ ബോയാണ്, അയാളിൽ നിന്നുള്ള ഈ ലൈംഗികപരമായിട്ടുള്ള വളരെ മോശമായ പ്രവൃത്തി, അതും ഉപദ്രവം, കത്തിക്കൊണ്ട് പള്ളേക്കൊണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഓർത്താൽ മതി. അത്രത്തോളം വളരെ വേദനാജനകമായിട്ടും പ്രയാസം അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിഞ്ഞിട്ടും ഇവർ വീണ്ടും ഈ ഭർത്താവിൻ്റെ പഞ്ചാരയിൽ ഈ പെൺകുട്ടി, ഇവരുടെ സഹോദരി അല്ലെങ്കിൽ ഇവരുടെ മകള് വീണ്ടും ആ കുടുംബത്തിലേക്ക് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ ഇതിനെ തടയാതെ, അല്ലെങ്കിൽ ഇത്ര സ്നേഹമുള്ള ഭർത്താവാണെങ്കിൽ വേറെ വീട് മാറി അവിടെ താമസിപ്പിക്കാതെ ഇവർ ആ കുടുംബത്തിലേക്ക് തന്നെ കയറ്റി വിടുമ്പോൾ ഇവരിലുണ്ട് വലിയൊരു കുറ്റം. ഇയാൾക്കെതിരെ ഈ ഭർത്താവിൻ്റെ പിതാവിനും ഭർത്താവിൻ്റെ മാതാവിനെതിരെയൊക്കെയാണ് കേസ് എടുക്കേണ്ടത്. കാരണം ഇത് വെറും ഒരു മരണമായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല, ഇത് കൊലപാതകമാണ് സത്യം പറഞ്ഞാൽ. ഈ പെൺകുട്ടിയുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു സമയത്ത് ചിന്ത ഉണ്ടാവും, ഇനി ആർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇത്രത്തോളം അനുഭവിച്ചിട്ടും തന്നെ താങ്ങാനോ തനിക്കൊരു തണലാവാനോ തന്നെ മനസ്സിലാക്കാനോ ആരുമില്ല, സ്വന്തം കുടുംബം പോലുമില്ല എന്നുള്ള തോന്നൽ കൊണ്ടായിരിക്കാം ആ സമയത്ത് ഈ 4 കുട്ടികൾ അവർ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ അത്രത്തോളം അവർ ഒറ്റപ്പെട്ട് വേദനിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ആ വേദനയിലാണ് അവർ ഇങ്ങനത്തെ ഒരു തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിന് മെയിൻ കാരണമായി ഈ പറയുന്ന 3 പേര്, ഭർത്താവിൻ്റെ മാതാവും പിതാവും കൂടെ ഇവർക്ക് നീതി ലഭിക്കണം. ഈ കുടുംബത്തിൻ്റെ തെറ്റുണ്ട്, അവരെ ശിക്ഷിക്കാൻ പറയുന്നില്ല, പക്ഷേ അവർ മനസ്സിലാക്കണം. ഇനി നിങ്ങളുടെ അറിവിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതെന്നൊക്കെ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഈ ബുദ്ധിമുട്ടോടുകൂടി നിങ്ങളുടെ വീടുകളിലൊക്കെ കയറി വരുന്നുണ്ടെങ്കിൽ പരമാവധി ആ ബന്ധം, ഭർത്താവ് ഓക്കെയാണ് നല്ലവനാണെന്നുണ്ടെങ്കിൽ അവരെ മാറി താമസിക്കാനായിട്ട് നിർബന്ധിക്കുക. മാറി താമസിച്ചാൽ മാത്രം ആ ഭർത്താവിൻ്റെ കൂടെ പറഞ്ഞു വിടുക. അല്ലാതെ ഇത്രത്തോളം ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്ന ഒരു കുടുംബത്തിലേക്ക് വീണ്ടും കയറ്റി വിട്ട് കഴിഞ്ഞാൽ ഈ പ്രയാസങ്ങളൊക്കെ നീ അവിടെ പോയി പറഞ്ഞില്ലേ, നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ വീണ്ടും കൂടുതൽ വൈരാഗ്യത്തോടു കൂടി തന്നെ ആയിരിക്കും ആ സ്ത്രീയോട് പെരുമാറുക. അത് പിന്നെ നിങ്ങൾ എത്രത്തോളം സ്നേഹിക്കുന്ന മകളായാലും എത്രത്തോളം സ്നേഹിക്കുന്ന സഹോദരിയാണെങ്കിൽ പോലും അവരെ നഷ്ടമാകാൻ
വിധിയാവും. ആ നഷ്ടം നിങ്ങൾക്ക് മാത്രമല്ല, അവർ പെറ്റുപോറ്റിയ അവരുടെ മക്കൾക്ക് പോലും ഒരു ഉമ്മയെ നഷ്ടമാകും. ഇത്ര തന്നെ പറയുന്നുള്ളൂ. ബൈ.